നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ ടെൻഷനും പ്രഷറും ഒക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് എയിലെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പണ്ട് ലാൻഡ് ഫോണിൽ നമ്മൾ ഫോൺ എടുത്തു, എന്താ അത്യാവശ്യം എന്ന് ചോദിച്ചു, അല്ലെ? അന്നേരം പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യും. ഒന്ന് അവർ കട്ട് ചെയ്യും, ആ വിളിക്കുന്നവർ കട്ട് ചെയ്യും. നമ്മൾ അങ്ങോട്ടാണ് വിളിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം പറഞ്ഞ് കട്ട് ചെയ്യും. കാരണം ഭീമൻ ബില്ലൊക്കെയാണ് വരുന്നത്. ഒരു മാസമൊക്കെ 3000 ഒക്കെ നമ്മുടെ ലാൻഡ് ഫോണിൽ പണ്ട് വന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം ദൂരേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓരോ സ്ഥലത്തിന്റെയൊക്കെ അനുസരിച്ച് നമുക്കിങ്ങനെ ബില്ലുകളാകുമായിരുന്നു, അല്ലേ? അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. പിന്നെ ചില കാര്യങ്ങൾ മാസങ്ങൾക്ക് ശേഷമാണ് പല കസിൻസിന്റെയോ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ അറിയുന്നത്, എപ്പോഴും കാണുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പല മുഖങ്ങളും പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്കില്ല. നമുക്ക് നമ്മുടെ അന്നുള്ള കാര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള പരിമിതമായ നമ്മുടെ അയൽപക്കം ഒക്കെ ആയിട്ടുള്ള നമുക്ക് സമ്പർക്കമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടുള്ള ഗുണവും ഉണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമുക്കൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ എത്രയോ ആളുകളുടെ മുഖം ഓർക്കണം. ഇന്ന ആൾ ഇത് കണ്ടാൽ ശരിയാവുമോ, അല്ല ഇന്ന ആൾ ഇത് കണ്ടിട്ട് എന്റെ ലൈക്ക് ചെയ്തില്ലല്ലോ, ഇങ്ങനെയുള്ള ചിന്തകൾ, അല്ലേ? അപ്പൊ നമ്മളെ ദിവസവും നമ്മളെ പുതിയൊരു ചിന്തയിലേക്ക്, അല്ലെ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ്. ഇവരെങ്ങനെയാണ് നമ്മുടെ എനർജി ഊറ്റിയെടുക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോ കൂട്ടുകാരുമായിട്ട് വിളിക്കുകയാണ്, നമുക്കൊരു കൺട്രോൾ ഇല്ല, അവർക്കും ഒരു കൺട്രോൾ ഇല്ല. ഇതൊക്കെ നമുക്ക് കൂട്ടുകാരുമായിട്ട് ദിവസം സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ എത്ര വലിയ ആൾക്കാർക്കാണേലും നമ്മുടെ ലൈഫിൽ നമ്മുടെ എന്ന വ്യക്തി, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഓറ, അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ എത്ര അടുത്ത സുഹൃത്താന്ന് പറഞ്ഞാലും അവര് നമ്മളിലേക്ക് ഡേറ്റാസ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഡേറ്റാസ് അങ്ങോട്ട് കൊടുക്കുന്നു. ചിലർ എന്നോട് പറയും, നിന്നോട് സംസാരിക്കുമ്പോൾ വളരെ സമാധാനം തോന്നുന്നു എന്ന്. പക്ഷെ ക്രമേണ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ എനർജി അവര് ഊറ്റിയെടുക്കുകയാണ്. അവരറിഞ്ഞുകൊണ്ടല്ല. അവർക്കൊരു സമാധാനം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ. അപ്പം എനിക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ എൻ്റെ എനർജി ക്രമേണ ഡൗൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവര് നമ്മളോടൊരു അർജന്റ് ആയിട്ടുള്ളൊരു കാര്യം ഒരു കൂട്ടുകാരി പറയുന്നത് ഇറ്റ്സ് ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. ഒരാൾക്ക് നമ്മൾ വെളിച്ചമാകുക, അല്ലെ ഒരു ഇരുട്ടത്ത് വെളിച്ചമാകുക, ഒരു ഐഡിയ കിട്ടാൻ നിൽക്കുമ്പോൾ ഓക്കെ എൻ്റെ ഈ ഫ്രണ്ടിനെ വിളിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷെ എല്ലാ ദിവസവും 24 hours അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ട് അവരുടെ ലൈഫിൽ അവർ ചിന്തിച്ചു കൂട്ടിയ ടെൻഷനുകൾ, അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്, എൻ്റെ കുട്ടികൾ എന്നോട് ഇങ്ങനെയാണ്. അപ്പോൾ ഇവര് ദിവസവും ഉള്ള കാര്യങ്ങൾ എന്നിലേക്ക് ഡംപ് ചെയ്യുമ്പോൾ, അതായത് ഞാനൊരു വേസ്റ്റ് കുഴിയാണ്, ഈ വേസ്റ്റ് കുഴിയിലേക്ക് കൊണ്ട് വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ മനസ്സിലെ മാലിന്യങ്ങൾ മാറുകയാണെങ്കിൽ ഇവിടെ എനിക്ക് സംഭവിക്കുന്നത് എൻ്റെ എനർജി അവരങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എത്ര വലിയ ആൾക്കാർക്കാണേലും നമ്മളൊരു ലിമിറ്റ് ചെയ്യുക സംസാരങ്ങൾ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ 3 കുഞ്ഞു പിള്ളേരുണ്ട്. ഇവള് ഇളയ കുഞ്ഞ് തീരെ ചെറുതാ. അപ്പൊ അതിനെ അവള് പരിചരിക്കുന്നുണ്ട്. ഹസ്ബൻഡാണ് അവൾക്ക് ഫുള്ള് പിന്നെ ജോലികളിലൊക്കെ അവളെ സഹായിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വീട് അത്യാവശ്യം തൂക്കാനും തുടയ്ക്കാനും വരും. അപ്പോൾ ഇവളും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട്, ഹസ്ബൻഡ് വളരെ കെയർ ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ പിന്നെ ഇവൾക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നു. കുഞ്ഞുങ്ങളായി ഹസ്ബൻഡായി അവളുടെ കൊച്ചു ജീവിതം അവള് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ. അന്നേരം ഇവിടെ അവർക്കൊരു വേലക്കാര് ഒരു ചേച്ചി വരുന്നു. ഈ ചേച്ചി പറയുന്നു, നിങ്ങളുടെ അപ്പുറത്ത് താമസിക്കുന്ന നിങ്ങളുടെ കസിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവരൊക്കെ ചോദിച്ചെന്നോട്, ഇവിടെ കെട്ടിയവനാണോ ജോലികൾ മുഴുവൻ ചെയ്യുന്നത്? ഇവിടെ എന്നാ സംഭവിക്കുന്നതെന്നറിയോ? ഇത്രയും ദിവസം എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, ഈ വീട് എന്ന് ചിന്തിച്ച് ആ വീട്ടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഹാപ്പി ആയിട്ടിരുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, പിറ്റേ ദിവസം മുതൽ അവർക്ക് റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ജോലിക്ക് വരുന്ന ചേച്ചി ഞങ്ങളുടെ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പുറത്ത് പോയി പറയും. അപ്പുറത്തെ ഒരു മതിലിനപ്പുറം എനിക്കൊരു കസിൻ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇവള് ഇതുവരെയും ചിന്തിക്കാത്ത കാര്യങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയാണ്. നമുക്ക് ചുറ്റിനുമുള്ള ആളുകൾ ഇങ്ങനെയാണല്ലേ, നമുക്ക് ഇതുവരെയും ചിന്തിക്കാത്ത കുറെ ഐഡിയാസ് ഇട്ട് തരും. പിന്നെ നമ്മൾ ടെൻഷനാവും. അതുവരെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു സാധനം നമ്മളിലേക്ക് ഇട്ട് തരുന്ന അത്തരം ആളുകൾ ആരാൻ തിരിച്ചറിഞ്ഞ് ദൂരെ നോ സ്റ്റോപ്പ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകും. നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന ഫീഡുകൾ എന്തൊക്കെയാണ്? അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ യൂട്യൂബിലെ ഫീഡുകൾ എന്തൊക്കെയാണ്?
നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഭക്തിപരമായ കാര്യങ്ങളായിരിക്കും കൂടുതൽ അല്ലേ. നമ്മുടെയൊക്കെ യൂട്യൂബിൽ മിക്കവാറും വരുന്നത് മോട്ടിവേഷൻ അല്ലേ. കൂടുതലായിട്ട് ഞാൻ കാണുന്നത് മോട്ടിവേഷൻ കാര്യങ്ങളും പിന്നെ പോസിറ്റീവ് എനർജി അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യേണ്ട 10 കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷൻ കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. അതായത് സയന്റിഫിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, വളരെ യുക്തിപരമായിട്ട് ചിന്തിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. നേരെ മറിച്ച് നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു ഫോണിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് ഈശ്വര വിശ്വാസം, ദൈവത്തെ ആരെങ്കിലുമൊക്കെ നേരിൽ കണ്ട ഏതെങ്കിലും ഒരു വീഡിയോ, അങ്ങനെയുള്ള ദൈവപരമായ കാര്യങ്ങളായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് യുക്തിപരമായിട്ട് നേരിടുമ്പോൾ അമ്മ ചെയ്യുന്നത് എന്തായിരിക്കും, അത് ഭക്തിപരമായിട്ട് നേരിടും അല്ലെ. അതായത് എൻ്റെ കൈ പൊള്ളി, ഞാൻ പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കൊണ്ട് കൈ വെച്ചു, അല്ലെങ്കിൽ ഒരു ഇച്ചിരി പേസ്റ്റ് എടുത്ത് തേച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഹോം റെമഡീസ് ചെയ്യും. പക്ഷെ നമ്മുടെ അമ്മമാർ അന്നേരം എന്താ ചെയ്യുന്നത്, പ്രാർത്ഥിച്ചിങ്ങനെ ഊതും അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ അമ്മമാർ അല്ലേ. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഓരോ വ്യക്തികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം അനുസരിച്ചായിരിക്കും അവർ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ഫോൺ എടുത്ത് നോക്കിക്കേ. നമ്മുടെ ഫോണിൽ നമ്മൾ ഒരു രാവിലെ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഫീഡ് വന്നാൽ, നമ്മുടെ ഫീഡിലേക്കൊരു വീഡിയോ വന്നാൽ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ മടിയാ. ഇതെന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യമാണ്, എന്നാലും നമ്മളത്. പക്ഷെ അതിന്റെ തൊട്ടു താഴെ നടിക്ക് സംഭവിച്ചത് എന്താണ്? മോഹൻലാല് ഒരു പെൺകുട്ടിയോട് പറഞ്ഞത് ഇതാണ്, അല്ലെ മമ്മൂട്ടി ഇപ്പോൾ ഏതവസ്ഥയിലാണ്. ഇതൊക്കെ നമുക്ക് ഒരു യൂസും ഇല്ല, പക്ഷെ നമ്മുടെ മനസ്സ് പറയാം അതൊന്നും ഇരുന്ന് കാണാൻ. കാരണം വേറെ ഒരാളുടെ ലൈഫിൽ എന്താണെന്ന് അറിയാനായിട്ടുള്ള വരെ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിലെ ഈ ഫീഡുകളാണ്. അപ്പം നമ്മൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോണിൽ നമ്മൾ ഒരു വീഡിയോ വന്നു, നടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, അപ്പം നാളെ അവർ അതിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇടുന്നത്. അപ്പം നമുക്ക് അതിലും നെഗറ്റീവ് കേൾക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് ചെറിയ ഡോസിലാണ്, അടുത്ത ദിവസം ഇച്ചിരി കൂടെ വലുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്, നോട്ട് ഇൻട്രസ്റ്റഡ്, ഈ ചാനൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യലെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഫോണിലെ ഫീഡിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രം വരാൻ തുടങ്ങും. നമ്മൾ ക്രമേണ ഇതൊക്കെ കേൾക്കാനും കാണാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടും തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ല നല്ല ഹോർമോൺസ് വരികയും, നമ്മൾ ശരീരത്തിൽ മോശം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മോശമായ ഹോർമോൺസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് പണ്ട് മാമുനിമാരും വിദഗ്ധരും സയന്റിസ്റ്റുകളും ഒക്കെ ഈ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മളോടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നന്മ തിന്മ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കിതൊക്കെ നിസ്സാരമാണ്. പക്ഷെ നമ്മൾ തന്നെ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതൽ മാനസിക രോഗങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിലുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ മാനസിക രോഗങ്ങളും ഡിപ്രഷനും ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ഒക്കെ ഉള്ളത്. കാരണം വെച്ചാൽ അവർക്ക് അനാവശ്യമായിട്ട് ചിലവാക്കാൻ ഒരുപാട് സമയമുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് ചിലവാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോലും അറിയാം നമുക്കൊരു ക്ഷീണം, ഒരു വല്ലായ്മ, എല്ലാത്തിനോടും ഒരു അവഗണന, ഇതൊക്കെ വരുന്നത് എവിടുന്നാണെന്നറിയോ, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ എനർജി ഊറ്റിയെടുക്കുന്ന, നമുക്ക് നെഗറ്റീവ് എനർജി കൊണ്ടിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.